ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് വന്നേക്കണത് നമ്മുടെ സ്കൂൾ തുറന്നിട്ടുള്ള ആദ്യത്തെ ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ. ആദ്യത്തെ ദിവസമാണെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് കേക്കും കൊണ്ടാണ്. അതെന്താണെന്ന് വെച്ചാൽ തലേന്ന് രാത്രി നമ്മൾ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് കേക്കിൻ്റെ വർക്ക് കഴിഞ്ഞ് കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് ലാസ്റ്റ് ബേക്ക് ചെയ്ത് വെച്ചിട്ട് കിടന്നു, കാരണം നല്ല ടയർഡായിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രോസ്റ്റും ക്രം കോട്ട് ചെയ്യാനും കൂടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ ഭയങ്കരമായിട്ട് പറ്റില്ലാണ്ടായി പോകും. അതുകൊണ്ട് തന്നെ അത് കേക്ക് ബേക്ക് ചെയ്ത് വെച്ചിട്ട് ഞാൻ കിടന്നു. എന്നിട്ട് പിന്നെ രാവിലെ എണീച്ചിട്ട് ക്രീം വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് ചോക്കോനട്ട്സ് ഫ്ലേവറിൽ വരുന്നൊരു കേക്കായിരുന്നു. അപ്പോൾ അത് കേക്ക് നമ്മൾ ചോക്ലേറ്റ് സ്പഞ്ച് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് നട്ട്സൊക്കെ കുറച്ചധികം നല്ല തിക്കായിട്ട് ഫില്ലിങ്സിൽ കൊടുത്തിട്ട് ചെയ്യണ കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ക്രീം ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് ക്രം കോട്ട് ചെയ്യാനുള്ള മാത്രം എടുത്ത് മാറ്റിയിട്ട് ബാക്കിയുള്ളത് നമ്മൾ റാപ്പ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ ക്രീമിലും ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ നന്നായിട്ട് വരാൻ പാകത്തിനാണ് നമ്മൾ കേക്ക് ഫ്രോസ്റ്റ് ചെയ്യണത്. അപ്പോൾ ചോക്കോ നട്ട്സ് എന്ന് പറയുമ്പോൾ കൂടുതൽ ചോക്ലേറ്റിൻ്റെയും നട്ട്സിൻ്റെയും ഒരു എന്താ പറയുക, ഒരു നന്നായിട്ട് ഉണ്ടാകും ഈ പറഞ്ഞ രണ്ട് സംഭവങ്ങളും. അപ്പോൾ ക്രീമിലേക്കും നമ്മൾ കുറച്ച് ചോക്ലേറ്റ് ഗണാഷ് മിക്സ് ചെയ്ത് അത് ചോക്ലേറ്റ് ക്രീം ആക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ചോക്ലേറ്റ് ട്രഫിളൊക്കെ ചെയ്യണ മാതിരി തന്നെ, പക്ഷേ ചോക്ലേറ്റ് ട്രഫിളിൽ നമ്മൾ നട്ട്സോ കാര്യങ്ങളൊന്നും ഇടില്ല എന്നുള്ളൂ. ചോക്ലേറ്റ് ട്രഫിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചോക്ലേറ്റ് ആയിട്ട് ഇങ്ങനെ വായിൽ അലിഞ്ഞു പോകേണ്ട ഒരു കേക്ക് ആയതുകൊണ്ട് തന്നെ നട്ട്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഒതൻറ്റിക് ഫ്ലേവർ നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ നമ്മൾ നട്ട്സൊന്നും ഇടാറില്ല. പക്ഷേ ഇത് ചോക്കോ നട്ട്സ് എന്ന് പറഞ്ഞ കേക്കാണ്, അതിൽ നമുക്ക് അത്യാവശ്യം നട്ട്സൊക്കെ ഇടണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് ഫ്രോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ലെയറിൽ എന്താ പറയുക, ക്രീം തേക്കണേക്ക് മുമ്പ് ലെയറിൽ ഡയറക്റ്റ് നമ്മൾ കുറച്ച് ചോക്ലേറ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ, നന്നായിട്ട് ആ ലെയറിലേക്കൊക്കെ ചോക്ലേറ്റിന് ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ക്രീമും കൊടുത്തതിന് ശേഷം പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഗണാഷും കൊടുത്ത് പിന്നെ അതുപോലെ മിൽക്ക് മെയ്ഡും ഫില്ലിങ്സ് ആയിട്ട് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ പിന്നെ നമ്മൾ നട്ട്സൊക്കെ ഇട്ട് കൊടുക്കണത്. പിന്നെ അതിൻ്റെ മുകളിലും കുറച്ച് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, നന്നായിട്ട് ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ വന്നോട്ടേ എന്ന് വിചാരിച്ചാണ്. അങ്ങനെയൊന്നും അതേപോലെ സ്പഞ്ചിൽ ഡയറക്റ്റ് അത് കഴിഞ്ഞ് പിന്നെ നട്ട്സിൻ്റെ മുകളിൽ അങ്ങനെയൊക്കെ എല്ലാവരും ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ മാക്സിമം അത് നല്ല അടിപൊളിയാക്കി കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അതിൻ്റെതായ ഫീഡ്ബാക്സും അൽഹംദുലില്ലാ എനിക്ക് കസ്റ്റമേഴ്സിൻ്റെ നിന്ന് കിട്ടാറുണ്ട് കേട്ടോ. പിന്നെ ഒരു ബിസിനസ്സും എന്തോ ആയിക്കോട്ടെ, എല്ലാത്തിലും നെഗറ്റീവ്സും പോസിറ്റീവ്സും ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു 100ൽ ഒരു 2 പേര് അല്ലെങ്കിൽ 3 പേരൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ് പറഞ്ഞു, അത്രയേ ഉള്ളൂ. പിന്നെ പറയണതിന് നമുക്ക് പ്രശ്നമൊന്നുമില്ല, പറഞ്ഞാലാണ് പിന്നെ നമുക്കത് തിരുത്താൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ കേക്കൊക്കെ ക്രീം തേച്ച് വെച്ചിട്ട് പിന്നെ നമ്മൾ കിച്ചൺ സ്ലാബൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പിള്ളേരെ വിടാനുള്ള പണി തുടങ്ങാണ് കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് ഡേ അല്ല കേട്ടോ, സെക്കൻഡ് ഡേ ആണ്. അതായത് ലഞ്ചൊക്കെ കൊടുത്ത് വിടേണ്ട ഫസ്റ്റ് ഡേ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഫസ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ നമുക്ക് ഉച്ചവരെ ഉണ്ടാവുള്ളൂ, അന്ന് ലഞ്ചോ സ്നാക്സോ ഒന്നും കൊടുത്ത് വിടണ്ടല്ലോ. ഇത് സെക്കൻഡ് ഡേ ആണ്, അന്ന് ചോറൊക്കെ കൊടുത്ത് വിടണമായിരുന്നു. അപ്പോൾ ചോറിന് കറിയായിട്ട് ഒലത്തുണ്ടാക്കാൻ വേണ്ടിയിട്ട് ബീൻസ് തലേന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, ഉമ്മ അരിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബീൻസ് ഒലത്തണം. പിന്നെ നമ്മുടെ വലിയ പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയം ആയതുകൊണ്ട് കുറച്ച് ബീഫും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വീടുകളിലും തീർന്നിട്ടുണ്ടായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് നമ്മൾ സ്കൂൾ തുറന്ന 2ാമത്തെ ദിവസത്തെ, അതായത് ചൊവ്വാഴ്ചത്തെ വീഡിയോ ആണല്ലോ, അതുകൊണ്ട് തന്നെ ബീഫ് ഇരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും തീർന്നിട്ടൊന്നുമില്ല കേട്ടോ, ഞങ്ങളുടെ അടുത്ത് കുറച്ചും കൂടെ ഉണ്ട്. അങ്ങനെ പിന്നെ മിക്ക വീടുകളിലും തീർന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ആണുങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരുപാട് ബീഫിന് വലിയ ചിലവൊന്നുമില്ല. ഞാനും ആകെ പിന്നെയും ഇച്ചിരി തിന്നണത്, ഇച്ചിരിയെങ്കിലും കൂടുതൽ തിന്നണമെങ്കിൽ അത് ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ പിള്ളേരൊക്കെ വളരെ കുറച്ചേ കഴിക്കാറുള്ളൂ. പിന്നെ ഉമ്മാക്കും അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഫ്രൈ ചെയ്ത് നമ്മൾ പൊരിച്ച് കഴിക്കണതുകൊണ്ട് പിന്നെയും ഉമ്മായൊക്കെ കുറച്ചൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ കറിയായിട്ടും അതേപോലെ ഒലത്തിയൊക്കെയായാലും ഒരു പരിധിക്കുള്ളിൽ കഴിക്കുമ്പോൾ മടുത്ത് പോകണം കേട്ടോ ബീഫ്. എല്ലാ വീട്ടിലെ അവസ്ഥ ഇതായിരിക്കും. നമ്മൾ വലിയൊരുനാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബീഫൊക്കെ അങ്ങോട്ട് ആകെ മടുത്തിട്ട് പിന്നെ മീനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിരിക്കും കൊതി ആവണത്, അല്ലെങ്കിൽ പിന്നെ ചിക്കനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞങ്ങൾ ചിക്കനും ബീഫൊക്കെ മൊത്തത്തിൽ ഈ പെരുന്നാൾ വന്നതോടുകൂടി മടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫ്രൈ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ കുഴപ്പമുണ്ടായില്ല കേട്ടോ. അങ്ങനെ ബീൻസൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ മുളകും ഉള്ളിയും ഒക്കെ ഇട്ട് മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ട് അത് അടുപ്പത്ത് വെച്ചതിന് ശേഷം പിന്നെ ബീഫ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുവാണ് കേട്ടോ. അങ്ങനെ ബീഫും കൂട്ടി പിള്ളേർക്ക് കൊടുത്തുവിടാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ തലേന്ന് രാത്രി നമ്മൾ പൊരിച്ച ചീൻചട്ടിയിൽ തന്നെ ആ എണ്ണയിലേക്ക് തന്നെയാണ് കേട്ടോ ഡയറക്റ്റ് ഇട്ട് കൊടുക്കണത്. കുറച്ച് എണ്ണയും കൂടെ വേറെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബീഫ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടെ മുകളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ബീഫ് ഫ്രൈ ചെയ്യാൻ നേരത്തെ അങ്ങനെ ഇടാറുണ്ട്, എല്ലാവരും തന്നെ അങ്ങനെ ഇടുമായിരിക്കും. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ബീഫ് കിട്ടിയപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ഉമ്മ അടുപ്പത്ത് വെച്ച് വേവിച്ച് വെള്ളം വറ്റിച്ച് വെച്ചേക്കണതാണ് കേട്ടോ. അങ്ങനെ ഫ്രീസറിൽ വെച്ചതാണ്. അപ്പോൾ അതിൽ നമ്മൾ ഫ്രൈ ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ ഫ്രൈ ചെയ്യും. അതേപോലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ പുട്ടിനൊക്കെ നമുക്ക് കഴിക്കണം എന്ന് തോന്നുമ്പോൾ അതെടുത്ത് കുറച്ച് സവാളയൊക്കെ വാട്ടി കുക്കറിൽ ഒരു 1-2 വിസിൽ അടുപ്പിച്ച് അങ്ങനെ കറിയും ആക്കി എടുക്കാറുണ്ട് കേട്ടോ. പിന്നെ അതിൽ നിന്ന് കുറച്ച് ഞാനെടുത്ത് വേവിച്ചപ്പോൾ വെറുതെ മഞ്ഞപ്പൊടി ഉപ്പ് മാത്രം ഇട്ടാണ് വേവിച്ച് വെച്ചത്. അപ്പം നമ്മൾ സാധാരണ മീനിനൊക്കെ മുളക് തിരുമണ മാതിരി തന്നെ കുറച്ച് മുളക് വെറുതെ ഡയറക്റ്റ് നമ്മൾ സാധാരണ പോലെ തന്നെ ബീഫിലേക്ക് തിരുമ്മി വെച്ചു. അങ്ങനെയാണ് ഞാൻ പൊരിച്ചത്. അതുകൊണ്ടാണ് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് കുരുമുളക് പൊടി നമ്മൾ ബീഫിൽ മുളക് തിരുമ്മിയ സമയത്ത് ചേർത്തിട്ടുണ്ടായിരുന്നില്ല, കാരണം ഉമ്മാക്കും പിള്ളേർക്കൊന്നും ഒരുപാട് എരിവ് വേണ്ട.
അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാൻ ഇടുന്നതനുസരിച്ച് ആവശ്യത്തിന് കുരുമുളക് പൊടിയൊക്കെ ചേർത്താൽ മതിയല്ലോ. പിന്നെ എനിക്ക് ഫ്രൈ ആയിടുമ്പോൾ ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ കുരുമുളക് പൊടിയൊക്കെ ചേർക്കും കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് ചുരുന്നത്. തലേന്ന് ഉണ്ടാക്കി ഇഡ്ഡലിയുടെ മാവ് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് കറി ഉണ്ടാക്കണത് ചമ്മന്തിയാണ് കേട്ടോ. സാമ്പാർ ഉണ്ടാക്കാനുള്ള കഷ്ണങ്ങളൊന്നും ഇല്ലായിരുന്നു. അത് തലേന്ന് തന്നെ ഓൾറെഡി ഞാൻ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലിക്ക് ഉള്ള കഷ്ണമൊക്കെ വെച്ച് സാമ്പാർ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതുകൊണ്ട് പിന്നെ കഷ്ണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ചമ്മന്തിയിൽ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ഈ തേങ്ങ കൊണ്ടുള്ള ചമ്മന്തി എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും കൂട്ടി കഴിക്കണമെന്ന് വിചാരിച്ച് മാത്രം കഴിക്കണമെന്നുള്ളൂ. അതല്ലെങ്കിൽ നമ്മുടെ ടൊമാറ്റോ ചട്നി ഉണ്ടല്ലോ, അതുണ്ടാക്കിയാലും പിന്നെയും ഇഷ്ടമാണ്. പിന്നെ അത് ഉണ്ടാക്കാൻ നിന്നിട്ടില്ല. രാവിലെ സമയം വളരെ കുറവായതുകൊണ്ട് തന്നെ മിക്കവാറും ഇഡ്ഡലി അല്ലെങ്കിൽ ദോശയൊക്കെ ഉണ്ടാക്കുന്ന ദിവസം സാമ്പാറോ അല്ലെങ്കിൽ ഈ ചട്നിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. എന്ന് അങ്ങനെ ഉണ്ടാക്കാൻ നിന്നിട്ടില്ല. അങ്ങനെ ചമ്മന്തിക്കുള്ള അരപ്പൊക്കെ അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് താളിക്കുക കേട്ടോ. ഇപ്പം നമ്മുടെ 3 അടുപ്പിലും സാധനങ്ങളായിട്ടുണ്ട്. ഇങ്ങനെ ഈ സ്കൂളുള്ള സമയത്തുള്ള ഈ രാവിലെ യുദ്ധത്തിൻ്റെ ഇടയ്ക്ക് മാത്രമാണ് ഈ 3 അടുപ്പും ഫില്ലാവാറുള്ളൂ. അതല്ലെങ്കിൽ 2 അടുപ്പ് വരെ പോകാറുള്ളൂ. കാരണം രാവിലത്തെ നമ്മുടെ പണിയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ടൈം വളരെ കുറവാണ്. അപ്പോൾ പിന്നെ മറ്റേ നമ്മുടെ ബീഫും അതായത് ബീൻസൊക്കെ വേവട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്ത് നിന്നില്ല. ഇടങ്ങേറിൽ വെച്ച് തന്നെ അത് ചെയ്തെടുത്തു. കാരണം ചമ്മന്തിക്ക് വലിയ പണിയൊന്നും ഇല്ലല്ലോ. ജസ്റ്റ് കടുകൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ തേങ്ങയുടെ അരപ്പൊഴിച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് തിളയ്ക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് തിള വരുമ്പോൾ തന്നെ ഓഫ് ചെയ്ത് വാങ്ങുമല്ലോ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിൽ വെച്ച് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ബീൻസൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അത് റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് അത് വാങ്ങി വെച്ചു. പിന്നെ ദോശ പിള്ളേർക്ക് കഴിക്കാൻ കൊടുക്കുന്ന സമയത്ത് അവർ കൈ കഴുകിയിരിക്കുന്ന സമയത്ത് ചുട്ടുകൊണ്ടുപോയി കൊടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ ദോശ ഇട്ട് വെച്ചിട്ടില്ല കേട്ടോ. വെറുതെ ദോശ ഇട്ടല്ല ചുടാറ്, നെയ്റോസ്റ്റായിട്ടാണ് കേട്ടോ ചുടാറ്. അപ്പോൾ പിന്നെ ആ സമയത്ത് ചുട്ട് കൊടുക്കുമല്ലേ നല്ലത്. അതുകൊണ്ട് തന്നെ അത് ചെയ്തിട്ടില്ല. അപ്പോൾ ബീൻസൊക്കെ വെന്ത് വാങ്ങിയതിന് ശേഷം അടുപ്പിലിട്ട് തന്നെ നമ്മൾ ദോശത്തവ വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ അപ്പം ചുടുന്നത്. ദോശ. അങ്ങനെ പിള്ളേരുടെ കുളിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ദോശ വേഗം ചുട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അത് റെഡിയാക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച മുതൽ 3 പേർക്കും കൂടെ പോവേണ്ടതുള്ളതുകൊണ്ട് ഇങ്ങനെ വീഡിയോ എടുക്കാനും ഒക്കെ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ഐറൂന് LKG-കാർക്കൊക്കെ അടുത്ത ആഴ്ചയാണ് തുടങ്ങുള്ളൂ. മിക്ക സ്കൂളുകളിൽ അങ്ങനെയാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ അടുത്തുള്ള സ്കൂളുകളിലൊക്കെ മിക്ക സ്കൂളുകളിലും ചില സ്കൂളുകളിൽ ജൂൺ 2-ാം തീയതി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ 3-ാം തീയതി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ചിലവർക്ക് 8-ാം തീയതി തുടങ്ങും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ സ്കൂളിൽ 10-ാം തീയതിയാണ് കേട്ടോ തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ 3 പേരും കൂടെ പോകുമ്പോൾ 3 പേരുടെ കാര്യങ്ങളും കൂടെ ചെയ്യേണ്ടതുകൊണ്ട് വീഡിയോ എടുക്കാൻ ടൈം ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ഇൻഷാല്ലാ മാക്സിമം ടൈം നോക്കി ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇൻഷാല്ലാ എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ ഉമ്മായും കൂടി ഉണ്ടല്ലോ, പിള്ളേരെ കുളിപ്പിക്കണതൊക്കെ മിക്കവാറും ഉമ്മ തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉമ്മ ഹെൽപ്പ് ചെയ്യണതുകൊണ്ട് നല്ലൊരു ആശ്വാസം തോന്നാറുണ്ട് കേട്ടോ. എന്നാലും 3 പേരും കൂടെ പോകുമ്പോൾ എങ്ങനെയാവുമെന്നൊന്നും അറിയില്ല. ഇതുവരെ 3 പേരും രാവിലെ അങ്ങനെ ഒരുക്കി വിട്ടിട്ടില്ലല്ലോ. അവൾ അംഗൻവാടി പോവുകയാണെങ്കിലും ഇവരെ ഐശ്വര്യം അമ്മൂനെയൊക്കെ വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ 10 മണി 10:30 ആകുമ്പോഴാണ് അംഗൻവാടിയിൽ വിടുന്നത്. അതുകൊണ്ട് രാവിലെ തന്നെയുള്ള ഈ അംഗൻ വെട്ടൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്താവും നമുക്ക് നോക്കാം. അങ്ങനെ ദോശയൊക്കെ പിള്ളേർക്ക് ചുട്ടു കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഉമ്മ അവിടെ നിന്ന് പാത്രമൊക്കെ കഴുകണ്ട കേട്ടോ. ഞാൻ ബാക്കിൽ നിന്ന് വീഡിയോ എടുക്കണതുകൊണ്ട് വീഡിയോ എടുക്കണതൊന്നും കണ്ടിട്ടില്ല. കണ്ടെങ്കിൽ ചോദിച്ചേനെ, ഈ പാത്രം കഴുകണതൊക്കെ എന്തിനാണ് വീഡിയോ എടുക്കണമെന്ന് ചിലപ്പോൾ ചോദിച്ചേനെ. അങ്ങനെ പിള്ളേർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഉമ്മാക്കുള്ള ദോശ ഇട്ട് വെക്കണം കേട്ടോ. ഉമ്മാക്ക് ഇങ്ങനെ ഒരുപാട് കറക്കി നെയ്റോസ്റ്റ് പോലെ ചുടണമെന്ന് ഇഷ്ടമല്ല. സാധാ അപ്പം പോലെ ചുട്ടാൽ മതി എന്നാണ് എപ്പോഴും പറയാറ്. അപ്പോൾ അങ്ങനെ അതും ഉമ്മാക്കുള്ള 2 ചുട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ പിള്ളേർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് പിള്ളേരെ വിടണേക്ക് മുമ്പ് തന്നെ എനിക്കും ചായ കുടിക്കാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും അതിൻ്റെ ഇടയ്ക്ക് ചായ കുടിച്ചിട്ടാണ് പിന്നെ പിള്ളേർക്ക് ലഞ്ചും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ വർഷം നമ്മൾ ഐശ്വര്യനും മമ്മൂനും ലഞ്ച് ബോക്സ് ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ഐറൂന് മാത്രമാണ് വാങ്ങിച്ചോളൂ. പക്ഷെ മമ്മൂൻ്റെ പാത്രം ഇങ്ങനെ ശരിക്കും ചില സമയത്ത് ഇങ്ങനെ തുറന്നു പോകും കേട്ടോ. തുറന്നു പോകുമ്പോൾ നമ്മൾ പൊതിഞ്ഞു കൊണ്ട് ടർക്കിയിലേക്ക് ചോറൊക്കെ ചാടി അങ്ങനെ പോയിട്ടുണ്ട്. എന്താണെന്നറിയില്ല, പുതിയ പാത്രമാണ്, കഴിഞ്ഞ വർഷം വാങ്ങിച്ചുള്ളൂ. പക്ഷേ എന്നാലും അത് പെട്ടെന്ന് തുറന്നു പോകുന്നതുകൊണ്ട് ഞാൻ സ്കൂളിൽ 1 മാസം ട്രെയിനിങ്ങിന് പോയ സമയത്ത് ഞാൻ ഒരു ലഞ്ച് ബോക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഐശ്വര്യനും കൊടുത്ത് ഐശ്വര്യൻ്റെ പാത്രത്തിൽ മമ്മൂനും കൊടുക്കാമെന്ന് അങ്ങനെയായിട്ട് കൊടുത്തു വിട്ടത്. അപ്പോൾ ചോറ് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഉപ്പൊഴിച്ച് ഇളക്കി കൊടുത്തു വിടാറുണ്ട്. പിന്നെ ബീഫ് ഫ്രൈ ചെയ്ത് ഡയറക്റ്റ് ചോറിലേക്ക് തന്നെ വെച്ച് കൊടുത്തു. അപ്പോൾ ബീഫ് ആയതുകൊണ്ട് അങ്ങനെ ഒരുപാടൊന്നും അങ്ങനെ മിക്സ് ആവില്ലല്ലോ, ഒലത്തൊക്കെ മിക്സ് ആവണ മാതിരി. അതുകൊണ്ട് ഞാൻ വേറെ പേപ്പറിൽ നോക്കാൻ നിന്നിട്ടില്ല. അല്ലെങ്കിൽ ബട്ടർ പേപ്പറിലോ ചോറ് പൊതിഞ്ഞ പേപ്പറിൽ ഏതെങ്കിലും ചെറിയ പീസാക്കിയിട്ട് പൊതിഞ്ഞിട്ട് ചോറിലേക്ക് വെച്ച് കൊടുക്കലാണ് പതിവ്. ഇതിപ്പോൾ അങ്ങനെ വയ്ക്കാൻ നിന്നിട്ടില്ല. ബീഫൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഒരുപാട് മിക്സ് ആവില്ലാത്തതുകൊണ്ട്. പിന്നെ നമ്മൾ ബീൻസ് ഒരു ചെറിയ പാത്രത്തിലേക്കും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ പാത്രം വാങ്ങിച്ചത് ഭയങ്കര മണ്ടത്തരമായി പോയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നല്ല പാടാണ് തുറക്കാനും അടയ്ക്കാനും വേണ്ടിയിട്ട്. പിന്നെ അവർക്ക് ആരെങ്കിലും തുറന്നൊക്കെ കൊടുക്കും, മിസ്സോ അല്ലെങ്കിൽ ഹെൽപ്പർമാരോ അവിടെ ഉള്ളവരൊക്കെ തുറന്ന് കൊടുക്കും. പക്ഷേ എന്തോ പോലെയാണ് എനിക്കും അടയ്ക്കും തുറക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് വാങ്ങിക്കണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി. പക്ഷേ തുറന്നു കൊടുക്കാനും ഒക്കെ ആളുള്ളതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. അങ്ങനെ ചോറും കറിയൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അച്ചാറുണ്ടായിരുന്നല്ലോ എന്നുള്ള കാര്യം ഓർക്കുന്നത്. അച്ചാർ ഫ്രിഡ്ജിലിരിക്കുമായിരുന്നു, അവന് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഐശുവിന് വേണ്ടാന്ന് പറഞ്ഞു, മമ്മൂനെ മാത്രം മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അച്ചാറും കൂടെ വെച്ച് കൊടുത്തു.
പിന്നെ നമ്മൾ വെള്ളം എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ സ്നാക്സ് എടുക്കണം. സ്നാക്സ് പിന്നെ മമ്മൂന് മാത്രം കൊണ്ടുപോയാൽ മതി. ഇനി അടുത്ത ആഴ്ച മുതൽ മമ്മൂനും ആയിരൂനും അങ്ങനെ 2 സ്നാക്സ് ബോക്സ് പാക്ക് ചെയ്യണം. അങ്ങനെ സ്നാക്സ് ആയിട്ടുണ്ടായിരുന്നത് മാങ്ങാപ്പഴമായിരുന്നു കേട്ടോ. കുറച്ച് മാങ്ങാപ്പഴം തലേന്ന് ഞാൻ പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ പോയപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാരണം വേറെ കടയിൽ നിന്ന് സ്നാക്സിനായിട്ട് വേറെ ഒന്നും വാങ്ങിക്കാൻ ഞാൻ മറന്നുപോയി. അപ്പോൾ പിന്നെ പച്ചക്കറി കടയിൽ തന്നെ ഉണ്ടായിരുന്നത് ആകെ മാങ്ങാപ്പഴമായിരുന്നു കൊടുത്തുവിടാൻ പറ്റിയത്. കാരണം ബേക്കറി ജങ്ക് ഫുഡ്സ് കാര്യങ്ങളൊന്നും കൊടുത്തുവിടാൻ പാടില്ല. ഫ്രൂട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തുവിടാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ആ കടയിൽ നിന്ന് വാങ്ങിക്കാനുള്ള ആകെ ഒരു ഓപ്ഷൻ ഇതായിരുന്നു. പിന്നെ ഈ പറഞ്ഞാൽ എപ്പോഴും ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് കാര്യങ്ങളൊന്നും നമുക്ക് കൊടുത്തു വിടാൻ പറ്റില്ലല്ലോ. അവർ നിർബന്ധം പറയണമെന്നില്ല. ഫ്രൂട്ട്സോ അതല്ലെങ്കിൽ രാവിലത്തെ ചായയുടെ കടിയോ കൊടുത്തു വിട്ടാൽ മതി എന്നാണ് പറയണത്. പിന്നെ രാവിലത്തെ ചായയുടെ കടി രാവിലെ ഇവിടെ വീട്ടിലിരുന്ന് മക്കളെ കഴിപ്പിക്കേണ്ട പാട് തന്നെ നമുക്കറിയാമല്ലോ. പിന്നെ സ്കൂളിലും കൂടെ കൊടുത്തു വിടേണ്ട കാര്യം പറയണ്ട. അതുകൊണ്ട് അതൊന്നും ഒരിക്കലും കൊടുത്തു വിട്ടിട്ടില്ല. ഇങ്ങനെ എന്തെങ്കിലും ഒപ്പിച്ച് കൊടുത്തു വിടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക.